മക്കളില്ലെങ്കിൽ അതൊരു വലിയ സങ്കടം തന്നെയാണ്. പ്രവാചകന്മാർക്ക് പോലും അതൊരു വല്ലാത്ത വെപ്രാളവും മനസ്സിന്റെ വേഗാരവും ദുഃഖവും തന്നെയാണ്. താങ്ങാൻ കഴിയില്ല അത്. കുഞ്ഞുമക്കളെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ നടന്നു പോകുന്നത് കാണുമ്പോൾ മക്കളില്ലാത്തവർ മാറിയിരുന്നു കൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ടാകും. അല്ലാഹുവേ, എനിക്ക് മക്കളെ തന്നില്ലല്ലോ, എനിക്ക് കൊഞ്ചാനും കുഴയാനും എന്റെ തോളത്ത് വെച്ച് ചിരിപ്പിക്കാനും എനിക്ക് കുളിപ്പിക്കാനും എനിക്ക് കരിയെഴുതി കൊടുക്കാനും എനിക്ക് മുത്തം കൊടുക്കാനും എനിക്ക് കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചു കൊടുക്കാനും അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുന്നവരെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ പ്രവാചകന്റെ മനോഹരമായ ഒരു ഹദീസാണ്. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകരുടെ സമക്ഷം വരികയാണ്. കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മാ റുസിഖത് വലദൻ ഖത്തു യാ ഹബീബല്ലാഹ്. അല്ലാഹു എനിക്ക് മക്കളെ തന്നിട്ടില്ല പ്രവാചകരെ. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി, മക്കളെ എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു? ആ സ്വഹാബി പറഞ്ഞു, നബിയെ ദുആ ചെയ്തിരുന്നു. അങ്ങയെ കൊണ്ട് അല്ലാഹുവിനോടൊന്ന് പറയിപ്പിക്കാനാ വന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, വെറുതെ ദുആ ചെയ്താ പോരാ, ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 2 കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യമുള്ള മക്കളെ അല്ലാഹു നമുക്ക് തരും. അല്ലാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഈ മനുഷ്യൻ പറഞ്ഞു, നബി എനിക്ക് മക്കളില്ല, അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരുന്ന 2 കാര്യം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീ കൊണ്ടു നടന്നാൽ അല്ലാഹു നിനക്ക് മക്കളെ തരുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ 2 കാര്യം ആ മനുഷ്യൻ ചെയ്യുകയാണ്. ആ 2 കാര്യം ആ മനുഷ്യൻ ചെയ്തതിന് ശേഷം കുറെ നാളുകൾ അദ്ദേഹം ജീവിച്ചിരുന്നു. 9 മക്കളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുത്തെന്ന് ഹദീസിന്റെ കിതാബുകൾ പറഞ്ഞു തരികയാണ്. 9 മക്കളെയാണ് കൊടുത്തത്, 1ഉം 2ഉം അല്ല. 9 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. അപ്പൊ മക്കളില്ലാത്ത സഹോദരിമാർ, മക്കളില്ലാത്ത സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഈ മനോഹരമായ കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരുടെ നാവിൻ തുമ്പിലൂടെ നമുക്ക് സമർപ്പിച്ചു തന്ന മനോഹരമായ പാഠമാണ്. നമുക്ക് 9 മക്കളെ കിട്ടിയില്ലെങ്കിലും 9 വർഷം കഴിഞ്ഞ, 10 വർഷം കഴിഞ്ഞ, 15 വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാ മതിയല്ലോ. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമെന്തെന്ന് പറയാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ഒരുങ്ങണം. മക്കളെ തന്നാലും നമുക്ക് ചെയ്യാം, അത് മക്കളുടെ പുണ്യത്തിന് ഉപകരിക്കും. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ, മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅൈന അംതാ മിൻ കസറത്തിൽ ഇസ്തിഗ്ഫാർ. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിരന്തരമായി നീ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇസ്തിഗ്ഫാർ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. നബിയുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്നു, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യും. തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ഒരു ഇസ്തിഗ്ഫാറിന് പദവികൾ അല്ലാഹു ഏറ്റിക്കൊടുക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മക്കളില്ലാത്ത പെങ്ങളെ, മക്കളില്ലാത്ത പ്രവാസി സഹോദരങ്ങളെ, തസ്ബീഹുമാല കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ചൊല്ലട്ടെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 1ഉം 2ഉം പ്രാവശ്യമല്ല, നിരന്തരം അനേകായിരം പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഫഅൈന അന്ത മിൻ കസറത്തി സ്വദഖ, ധാരാളം സ്വദഖ ചെയ്യുക. എത്ര കൊടുത്താലും മതി വരാറ്. മക്കളില്ലാത്തവരെ സ്വദഖ കൊടുത്തുകൊണ്ടിരിക്കുക, സ്വദഖ കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു അത് കണ്ടുകൊണ്ട് നിനക്ക് മക്കളെ തരുന്നതാണ്.